സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ന്റെ റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 7 and 8. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. സ്തോത്രം. ബൈബിളിലെ ഒടുക്കത്തെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്യമാണ് നാം വായിച്ചത്. നാം ചില മാസങ്ങളായിട്ട് യൂദയുടെ ലേഖനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 14-15 വാക്യം വന്നപ്പോൾ നാം അതിൽ കൂടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അല്പമായി ചിന്തിച്ചു. അങ്ങനെ നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിപ്പാനിടയായി, അല്പമായിട്ടത് ചിന്തിപ്പാനിടയായി. എങ്കിലും സ്തോത്രം, ഒരു ദൈവവചനന്റെ ഭാവി പ്രത്യാശയെ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ അപ്പോസ്തലൻ നമുക്ക് വിവരിച്ചു തന്നിരിക്കുമ്പോൾ അത് കൂടുതൽ അറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ്. സ്തോത്രം. സ്തോത്രം. തിരുവചനത്തിലെ തന്നെ സ്തോത്രം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകമായ 66-ാമത്തെ പുസ്തകം. പലപ്പോഴും പലരും അറിയാതെ വെളിപാട് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. സ്തോത്രം. പ്രത്യേകമായി ദൈവമക്കൾ ശ്രദ്ധിക്കണം. വെളിപ്പാട് എന്ന് തന്നെ പറയണം. സ്തോത്രം. അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ റെവലേഷൻ തന്നെ പറയണം. അല്ലാതെ നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആ ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് കേട്ട ആരും ഇനിയും തെറ്റിക്കരുത്. വെളിപ്പാട് എന്ന് തന്നെ നാം ഉച്ചരിക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മറ നീക്കി പ്രദർശിപ്പിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മറ നീക്കി പ്രദർശിപ്പിക്കുക. സ്തോത്രം. യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് എന്നാണ് വായിക്കുന്നത്. അതിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇത് വായിക്കുന്ന കേട്ടാൽ അത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. സത്യത്തിൽ സ്തോത്രം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ മുഖാന്തരം പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. സ്തോത്രം. യേശുക്രിസ്തു നമുക്കറിയാം, ആരംഭം മുതൽ അവസാനം വരെ സ്തോത്രം കർത്താവിന്റെ മഹത്വത്തെയാണ് അതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മറ നീക്കി പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാട്ടിലൊക്കെ മന്ത്രിമാരെ ഒരു ബിൽഡിങ് ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റോഡൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്തോത്രം മാർബിൾ കല്ലിലൊക്കെ അത് തുടങ്ങിയതും അതാരാണ് എന്ന ഡീറ്റെയിലൊക്കെ എഴുതി ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട് വെക്കും. എന്നിട്ട് അദ്ദേഹം വന്ന് ഈ കർട്ടൻ നീക്കി അത് ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ മറ നീക്കി സ്തോത്രം ഭാവി ദൈവമക്കളുടെ ഭാവി പ്രത്യാശയെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. സ്തോത്രം. അപ്പോൾ തന്നെ നമുക്കിതിനെക്കുറിച്ച് അല്പമായി അറിയണം. ആരാണ് ഈ യോഹന്നാൻ? സ്തോത്രം. നമ്മളോട് ചോദിക്കുകയാണ്, അല്പമായി നമ്മൾ പഠിച്ചിട്ട് ഈ യോഹന്നാൻ അപ്പോസ്തലൻ ആരാണെന്ന് ചോദിച്ചാൽ നാം എന്തു പറയും? ആരാണ് യോഹന്നാൻ? സ്തോത്രം. സബദിയുടെ മകനും യാക്കോബിന്റെ സഹോദരനുമായ യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതിയിരിക്കുന്നത്. സബദിയുടെ മകനും യാക്കോബിന്റെ സഹോദരനുമായ യോഹന്നാൻ അപ്പോസ്തലൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 21-22. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറ് സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. ഉണ്ടോ? കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്ന കാര്യമാണ്. ആദ്യം പത്രോസിനെയും അന്ത്രയോസിനെയും അവന്റെ സഹോദരനായ പത്രോസിനെയും വിളിച്ചു. സ്തോത്രം. അതിനുശേഷം മുൻപോട്ട് ചെന്നപ്പോൾ അപ്പനായ സബദിയോടൊപ്പം ഇരുന്ന് വല നന്നാക്കുന്ന സഹോദരന്മാരായ സ്തോത്രം യാക്കോബ്, യോഹന്നാൻ. ഈ അപ്പൻ സ്തോത്രം ഇവര്
ഒന്നിച്ചിരിക്കുകയാണ്. ഈ അപ്പനെ കൂലിക്കാരോടുകൂടെ വിട്ടിട്ടാണ്. സ്തോത്രം. ഈ കർത്താവ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിച്ചവരാണ് ഈ യാക്കോബും യോഹന്നാനും. മർക്കോസ് എടുക്കണമെന്നില്ല. മാർക്ക് ചാപ്റ്റർ 1:20 കൂലിക്കാരോട് കൂടെ അപ്പനെ വിട്ടിട്ട് അവർ അവനെ അനുഗമിച്ചു എന്ന് വായിക്കുന്നുണ്ട്. മാർക്ക് ചാപ്റ്റർ 1:20. സ്തോത്രം. വീണ്ടും ഈ മാർക്ക് 16 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും സ്തോത്രം മത്തായിയുടെ സുവിശേഷം 27:5 56 വാക്യവും വായിക്കുമ്പോൾ സ്തോത്രം യോഹന്നാന്റെ അമ്മയുടെ പേര് ശലോമ. വേണമെങ്കിൽ അതൊന്ന് വായിക്കാം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയം, യാക്കോബിന്റെ അമ്മ മറിയം, ശലോമയും ചെന്ന്. സ്തോത്രം. അപ്പം ഈ യാക്കോബിന്റെ അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാന്റെ അമ്മയുടെ പേരാണ് ശലോമ. സ്തോത്രം. അതിന്റെ 19 യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം ക്ലാസ് ആയതുകൊണ്ട് അല്പമായ കാര്യങ്ങൾ ചിന്തിച്ച് വേണം നാം മുൻപോട്ട് വരാൻ. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. ജോൺ ചാപ്റ്റർ 19:25 പ്രകാരം യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയം, മഗ്ദലക്കാരത്തി മറിയം നിന്നിരുന്നു. സ്തോത്രം. അപ്പം ഈ വാക്യത്തിൽ നിന്നും എന്ന് മനസ്സിലായി യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയാണ് ഈ ശലോമ. യേശുവിന്റെ അമ്മയായ മറിയയുടെ സ്വന്തം സഹോദരിയാണ് ശലോമ. സ്തോത്രം. അപ്പൊ പിതാവിന്റെ പേര് നമുക്ക് മനസ്സിലായി, സബദി. മാതാവിന്റെ പേര് മനസ്സിലായി, ശലോമ. സഹോദരൻ യാക്കോബ്. ഈ യാക്കോബിനെയാണ് ഹേരോദാവ് വാൾ കൊണ്ട് കൊന്നത്. സ്തോത്രം. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കൃപാലുവാകുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവം കൃപാലുവാകുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പം യോഹന്നാന്റെയും യാക്കോബിന്റെയും കുടുംബം ഒരല്പം സമ്പന്നമായ കുടുംബമാണ്. കാര്യം എന്താണ്? വലയുണ്ട്, പടകുണ്ട്, കൂലിക്കാരോടുകൂടെ അവരിയ്ക്കുകയാണ്. അത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ യോഹന്നാന്റെയും യാക്കോബിന്റെയും അമ്മ ശലോമയുടെ സ്വന്തം സഹോദരിയാണ് മറിയ. ആ മറിയയുടെ കുടുംബം അല്ലെങ്കിൽ ജോസഫിന്റെയും മറിയയുടെയും ആ കുടുംബത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ തൻ്റെ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിനെ കൊണ്ടുപോയി യാഗമർപ്പിക്കാൻ, കുഞ്ഞിനെ പരിച്ഛേദനയ്ക്കായി കൊണ്ടുചെല്ലുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുവാനുള്ള പ്രാപ്തി അവർക്കില്ല. ഒരു പ്രാവിൻ കുഞ്ഞിനെയാണ് സ്തോത്രം അതിനുവേണ്ടി കൊണ്ടുചെല്ലുന്നത്. അത്രമാത്രം ഞെരുക്കത്തിൽ കഴിയുന്നതും ആ മകൻ ആ ജോസഫ് ഒരു തച്ചന്റെ പണി ചെയ്യുന്നതുമായ അവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തീരെ ഞെരുക്കമുള്ള കുടുംബമല്ല ഇത് സമ്പൽ അല്പമായ സാമ്പത്തിക നന്മയുള്ളതായ ഒരു കുടുംബമാണ്. സ്തോത്രം. തന്നെയുമല്ല സ്തോത്രം യേശുവിൻ്റെ അമ്മ, ഒന്ന് നിങ്ങളുടെ ഹൃദയത്തെ കുറിക്കണം. ഒന്ന്, അപ്പനോടൊപ്പം പടകിലിരുന്ന് വല നന്നാക്കുമ്പോഴാണ് എന്നെ അനുഗമിക്ക എന്ന് പറയുമ്പോൾ ഈ യോഹന്നാനും ഈ യാക്കോബാണ് മൂത്തയാള്, യാക്കോബും യോഹന്നാനും ഇവരെ അനുഗമിക്കുന്നത്. അപ്പോൾ അപ്പന്റെ മുൻപിൽ നിന്നുമാണ് ഈ മക്കളെ കർത്താവ് വിളിക്കുന്നത്. സ്തോത്രം. ഇനി ഈ അമ്മയെക്കുറിച്ച് ഒരു വാക്ക് നാം ചിന്തിക്കണമല്ലോ. അതിന്റെ മർക്കോസിന്റെ സുവിശേഷം 1:20 വാക്യം നോക്കിക്കേ. ഉടനെ അത് വായിക്കണമെന്നില്ല. ലൂക്കോസ് സുവിശേഷം 8:3 വാക്യം വായിച്ചാൽ മതി. സ്തോത്രം. 8-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. സമയ ചുരുക്കം കൊണ്ട് ചില വാക്യങ്ങള് വിട്ടെങ്കിലും നമുക്കത് തീർക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. 8:3 വാക്യം. മഗ്ദലക്കാരത്തി മറിയം, ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്യയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു വന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് മനസ്സിലായോ? ഈ യോഹന്നാന്റെ അമ്മ അവർക്കുണ്ടായിരുന്ന വസ്തുവക കൊണ്ട് കർത്താവിനെ എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു പോന്നു. ആ കുടുംബത്തിന്റെ സെറ്റപ്പ് നിങ്ങൾക്ക്
ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, അപ്പനോടൊപ്പം ഇരിക്കുമ്പോൾ സ്തോത്രം വല നന്നാക്കുക, അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. ആ വാക്യത്തിന്റെ ഇപ്പം വായിച്ചതല്ല, സ്തോത്രം ഈ എന്നെ അനുഗമിക്ക എന്ന് പറയുന്ന വാക്യത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ അവർ കടലിൽ വല വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്തോത്രം പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുന്നത്. അതിനുശേഷം മുൻപോട്ട് കർത്താവ് ചെല്ലുമ്പോൾ സ്തോത്രം അപ്പനോടൊപ്പം ഇരുന്ന് വല നന്നാക്കുന്ന, അപ്പോൾ ഈ ലോകമാകുന്ന ഈ കടലിൽ സ്തോത്രം ഈ കടലിൽ വല ഇടുമ്പോൾ കുറെ കഴിയുമ്പോൾ അതിന്റെ കണ്ണിയകലും, അത് പൊട്ടിപ്പോകും. അപ്പൊ അതിനെ നന്നാക്കുന്നവർ കർത്താവ് വിളിച്ചത് നോക്കിക്കേ. ആദ്യം വിളിച്ചത് ഒന്ന് സഹോദരന്മാരായിട്ടുള്ളവർ, ഐക്യതയോട് സഹോദരന്മാരായി നിൽക്കുന്നവർ. 2, ഐക്യതയോട് സ്തോത്രം അധ്വാനിക്കുന്ന, 2 പേരും മീൻ പിടിക്കുന്ന, കടലിൽ നിന്ന് മീൻ പിടിക്കുന്നവർ. 2ാമത് വിളിച്ചവർ മീൻ പിടിക്കുമ്പോൾ ആ വലയ്ക്കുണ്ടാകുന്ന കേടുപാട് ഇരുന്ന് പോക്കുന്നവർ, ആ കണ്ണി തമ്മി കൂട്ടിയോജിപ്പിക്കുന്നവർ, വല നന്നാക്കുന്നവർ. ഇപ്പൊ കർത്താവിന്റെ ആ വിളിയുടെ പ്രാധാന്യം തന്നെ നോക്കണം. സ്തോത്രം, ഇങ്ങനെയാണ് വിളിച്ചത്. അപ്പൊ ഇവിടെ ഇപ്പൊ പിതാവ് ആ സമയത്ത് പിതാവ് അവരെ തടുക്കുന്നില്ല, പിതാവ് അവരെ കർത്താവിനോട് കൂടെ പോകുവാൻ അനുവദിക്കുന്നു. മാതാവ് തങ്ങളുടെ നന്മ കൊണ്ട് ആ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. ഇതാണ് അതിന്റെ പശ്ചാത്തലം. സ്തോത്രം, ഈ കർത്താവ് ഈ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഏത് സമയത്തും തനിക്ക് പറയുവാനുള്ളത് യേശു സ്നേഹിച്ച ശിഷ്യൻ. തന്റെ പേര് പലപ്പോഴും പറയാറില്ല, അല്ലെങ്കിൽ മറ്റേ ശിഷ്യൻ എന്ന് പറയും. മറ്റേ ശിഷ്യൻ. അവർ കല്ലറയ്ക്കൽ ഓടി, പത്രോസ് ആദ്യം ചെന്നു, മറ്റേ ശിഷ്യൻ ആദ്യം ചെന്നു എന്നായിരിക്കുന്നത്. തന്നെയല്ല യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ തനിക്ക് പറയാനുള്ളത് ആകെ കൂടി സ്തോത്രം യേശു സ്നേഹിച്ചു, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ സ്തോത്രം നിങ്ങൾ നോക്കണം. സ്തോത്രം, ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഈ യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതിയത്. യോഹന്നാന്റെ ലേഖനം 1, 2, 3 ലേഖനം എഴുതിയത് ഈ യോഹന്നാൻ അപ്പോസ്തലനാണ്. വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നതും യോഹന്നാൻ അപ്പോസ്തലനാണ്. ഇതെല്ലാം സർവശക്തനായ ദൈവം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ അതെല്ലാം ചേർക്കുവാനിടയായി. അതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുവാനുള്ള കാരണം? രണ്ടാമതായി സ്തോത്രം, താൻ എഴുതിയ ആ സുവിശേഷത്തിന്റെയും ലേഖനത്തിന്റെയും ആ സ്തോത്രം പ്രവചന പുസ്തകത്തിന്റെയും സ്തോത്രം, പുതിയ നിയമത്തിൽ ആകെ കൂടി ഒരു പ്രവചന പുസ്തകമേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത നോക്കണം. 1 സ്തോത്രം മത്തായി, സ്തോത്രം മർക്കോസ്, ലൂക്കോസ് എഴുതിയപ്പോൾ മത്തായി സ്തോത്രം അവന്റെ ഒരു മനുഷ്യപുത്രൻ, അവൻ സ്തോത്രം രാജാവായിട്ട് മത്തായി അവനെ വെളിപ്പെടുത്തുമ്പോൾ മർക്കോസ് യേശുക്രിസ്തു ഒരു ദാസനായിട്ട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ സ്തോത്രം ലൂക്കോസ് താൻ മനുഷ്യപുത്രനായി വെളിപ്പെടുത്തുമ്പോൾ ഈ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയത് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ തനിക്ക് ഈ യോഹന്നാൻ അപ്പോസ്തലന് ഈ യേശുവിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾ നോക്കണം. യേശുക്രിസ്തു ദൈവമാണ്. അതിന്റെ യോഹന്നാന്റെ സുവിശേഷമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ആദിയിൽ സ്തോത്രം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു തന്നെയാ തുടങ്ങുന്നത്. സ്തോത്രം, കർത്താവിന്റെ മാർവോട് ചാരി ആ സ്പന്ദനം അറിഞ്ഞ ആളല്ലേ. രണ്ടാമതായി ലേഖനം എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സ്തോത്രം, യേശു സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെടുത്തുക. അപ്പൊ 1 യേശുക്രിസ്തു ദൈവമാണ്, 2 യേശുക്രിസ്തു സ്നേഹമാണ്, അവൻ ദൈവമാണ്, 3 സ്തോത്രം യേശുവിൽ പ്രത്യാശ വച്ച ദൈവമക്കളുടെ ഭാവി എന്തെന്ന് വെളിപ്പെടുത്തുവാനാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് യേശുക്രിസ്തു ദൈവമാണെന്ന് അറിയുവാൻ. നമുക്കറിയാം സ്തോത്രം, കനാവിലെ കല്യാണത്തിനൊക്കെ വെള്ളം വീഞ്ഞാക്കിയിട്ട് ഇങ്ങനെ സ്തോത്രം അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പം യേശുക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ. രണ്ടാമതായി യേശുക്രിസ്തു സ്നേഹമാണ്. കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുവാൻ. യൗവനക്കാരെ നിങ്ങൾ ശത്രുവിനെ ജയിച്ചിരിക്കാൻ.
ഇങ്ങനെ സ്തോത്രം ഈ അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ തന്നെ ദൈവമക്കളുടെ പ്രത്യാശ, ഭാവി പ്രത്യാശയെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സ്തോത്രം ഈ യോഹന്നാൻ അപ്പോസ്തലൻ. സ്തോത്രം നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു 3.5 വർഷക്കാലമാണ് ഈ ലോകത്തിൽ പരസ്യശുശ്രൂഷ ചെയ്തത്. ഈ 3.5 വർഷക്കാലം എന്തെല്ലാം പ്രധാന സംഭവങ്ങളുണ്ടോ ആ സംഭവങ്ങളിലെല്ലാം ഈ യോഹന്നാൻ അപ്പോസ്തലനെ, അല്ലെങ്കിൽ യാക്കോബ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യായിറോസിന്റെ വീട്ടിൽ പോയാൽ അവരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയാൽ ഇവരെ 3 പേരെ മാത്രമേ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവരെ കുറിച്ച് പറഞ്ഞത്, ഈ യോഹന്നാനെ കുറിച്ചും ഈ യാക്കോബിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഗലാത്യർ 2:9 അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന എന്ന് വായിച്ച ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം. മതി. അപ്പൊ അവരെ എണ്ണിയിരിക്കുന്നേ ഇപ്പം ഒരു ആലയത്തിന്റെ തൂണ് പോലെ തൂണുകളാൽ എണ്ണപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാനമായി നിൽക്കുന്ന സ്തോത്രം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യാക്കോബ്, യോഹന്നാൻ സഹോദരന്മാർ. സ്തോത്രം. ഇനിയും സ്തോത്രം ഇതിനകത്ത് കർത്താവ് തന്നെ പറയുന്ന കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3:17, മാർക്ക് ചാപ്റ്റർ 3:17, ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്നാണ് അവരെ വിളിക്കുന്നത്. ഇടിമുഴക്കത്തിന്റെ മക്കൾ ഒന്ന് വായിച്ചോട്ടെ. മർക്കോസ് 3:17. സബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോനേർഗേസ് എന്ന് പേരിട്ടു. കണ്ടോ, ഇടിമക്കൾ എന്നർത്ഥമുള്ള എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കത്തിന്റെ മക്കൾ. അത്ര തീഷ്ണതയുള്ളവരാണ്, എരിവുള്ളവരാണ്. സ്തോത്രം. അവരുടെ പശ്ചാത്തലമെല്ലാം നോക്കിക്കോണം നിങ്ങൾ. രണ്ടാമത് നിങ്ങൾ നോക്കണം, ഒടുക്കത്തെ ഈ അന്ത്യത്താനം അല്ലെങ്കിൽ പെസഹ കഴിക്കാൻ എവിടെ ഒരുക്കാനായി യേശു കർത്താവ് പറഞ്ഞു വിടുന്നത് ഈ പത്രോസിനെയും യോഹന്നാനെയുമാണ്. ലൂക്ക് ചാപ്റ്റർ 22:18 ഇവരെ 2 പേരുമാണ് നിങ്ങൾ പോയി ഒരുക്കുവീൻ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവരാജ്യം വരുവോളം 22:8 ലൂക്ക് ചാപ്റ്റർ 22:8. പെസഹ കുഞ്ഞാടിനെ ഇറക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. കണ്ടോ, അപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഏത് പ്രധാന കാര്യമുണ്ടെങ്കിലും ഈ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവ് ഇരിക്കുന്നതിനോട് ചേർന്നാണ് എപ്പോഴും യോഹന്നാൻ അപ്പോസ്തലൻ ഇരുന്നത്. തന്റെ മാർവോട് കർത്താവിന്റെ മാർവോട് താൻ ചാരിയിരുന്നു. സ്തോത്രം. തന്നെയുമല്ല, ക്രൂശിൽ കിടക്കുമ്പോൾ താൻ ഈ ഭൂമിയിൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജന്മമെടുക്കുവാൻ, കന്യകയിൽ ജന്മമെടുക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം കന്യകയിൽ ജന്മമെടുത്ത് ഈ ഭൂമിയിൽ വന്നപ്പോൾ, യേശുക്രിസ്തു മടങ്ങിപ്പോകുമ്പോൾ, സ്തോത്രം, കന്യകയിൽ ജന്മമെടുത്തു എന്ന് പറയുമ്പോഴും സ്തോത്രം, പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതാണെങ്കിലും ഒരു മാതാവ് അതിന്റെ പെയിനോടുകൂടെ ആ കുഞ്ഞിനെ പ്രസവിച്ചതാണ്. സ്തോത്രം. എന്നാൽ താൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ മാതാവിനെ ഫലമേൽപ്പിക്കുന്നത് ഈ യോഹന്നാൻ അപ്പോസ്തലനെയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 19:26-27 നോക്കിയേ, ആ ക്രൂശിൽ കിടന്നുകൊണ്ടും താൻ ചെയ്യുന്നത് ഈ യോഹന്നാനെയാണ് തന്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനെ നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. സ്തോത്രം. നോക്കണം, അപ്പം ആ ക്രൂശിൽ വ്യത അനുഭവിച്ച് കിടക്കുമ്പോഴും സ്തോത്രം, താൻ ഈ ഭൂമി ജന്മമെടുക്കുവാൻ ഇറങ്ങി വന്ന മാതാവിനെ, താൻ സ്നേഹിച്ച തന്റെ മാർവോട് ചാരിയ ആ യോഹന്നാനെ സ്തോത്രം ആ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പോകുന്നത്, കർത്താവ് പ്രാണനെ വിടുന്നത്. സ്തോത്രം. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്തു മനസ്സിലാക്കാം? ദൈവമക്കളെ, ഏത് തിക്തമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും, ഞെരുക്കത്തിൽ കൂടെ കടന്നു പോയാലും, കഷ്ടതയിലും പട്ടിണിയിലും കടന്നു പോകുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം ഒരിക്കലും മാറുന്നില്ല. ആ ഉത്തരവാദിത്വം
ദൈവം നമ്മെ ഫലമേൽപ്പിച്ചതാണ്. നാം അതിന് പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും നാം സാഹചര്യം കൊണ്ട് ഒഴിഞ്ഞു മാറാറുണ്ട്. സർവശക്തനായ കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമുക്ക് ബോധമുള്ളവരായിരിക്കണം. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നാം അത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ഇപ്പോൾ ഈ അന്യരാജ്യത്തൊക്കെ നാം ജോലിക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി വന്നിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ മാതാവിനോടൊപ്പം പിതാവിനോടൊപ്പം പാർക്കുവാനോ അവർ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ സ്തോത്രം അവരെ വേണ്ടവണ്ണം കരുതാനോ കഴിയുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ദൈവവൈതലേ നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പച്ചോ, എനിക്ക് അവിടെ പോയി എന്റെ പിതാവിനെയോ എന്റെ മാതാവിനെയോ ഒന്ന് പരിചരിക്കുവാൻ കരുതുവാൻ കഴിയുന്നില്ല. നീ സൂക്ഷിക്കണമേ. ഒരു ബലഹീനത വരാതെ, കാലിടറാതെ, ഒന്ന് വീണ് ക്ഷീണിതരായി തീരാതെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം എന്താ? നാം ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ പുറം രാജ്യങ്ങളിലോ വേറെവിടെങ്കിലും ജോലി ചെയ്ത് അവർക്ക്, അല്ലെങ്കിൽ അവരേതെങ്കിലും മിലിറ്ററിയിലോ വേറെവിടെയും ജോലി ചെയ്തിട്ട് അവർക്ക് ഇന്ന് ചിലപ്പോൾ നല്ല ശമ്പളം ലഭിക്കുന്നുണ്ടായിരിക്കാം, പെൻഷൻ ലഭിക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ദൈവവേദന നിന്റെ ഉത്തരവാദിത്തത്തിൽ നീ മാറിപ്പോകരുത്. നീ ചെയ്യേണ്ടതുപോലെ കരുതേണ്ടതുപോലെ നീ ചെയ്തിരിക്കണം. ഒരു ദൈവവേദന്റെ കടമയാണത്. സ്തോത്രം. നാം നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണം. അതൊന്നും നമുക്ക് നഷ്ടം വരത്തില്ല. അതും കൊണ്ടൊന്നും നാം പാപ്പരായി പോകത്തില്ല. അതൊക്കെ നമ്മളേറെ ശ്രദ്ധിക്കണം. ഞാൻ ആരംഭ സമയങ്ങളിൽ തന്നെ പറയാറുണ്ടായിരുന്നല്ലോ, ഈ കൊറോണ കാലഘട്ടത്തിൽ അനേക ദൈവദാസന്മാർ ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരോ മറ്റുള്ളവരോ ആരോടെങ്കിലുമൊക്കെ കടം ചോദിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ കടം വാങ്ങിച്ചെന്നിരിക്കും, അവർ കിട്ടിയെന്നിരിക്കും. സ്തോത്രം. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഒരു ജോലി എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കാര്യങ്ങൾ നടന്നിരിക്കുക. ചിലപ്പോൾ ചില അഭിമാനമുള്ള ദൈവദാസന്മാര് ആരോടും പറയാതെ ചിലപ്പോൾ ഒരു ഭവനത്തിന്റെ ഉള്ളിൽ ഇരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവവേദന നിനക്ക് ദൈവം തരുന്ന ആലോചന പോലെ ആരെയൊക്കെ കരുതാമോ, ആരെയൊക്കെ സഹായിക്കാമോ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്പമായിട്ടെങ്കിലും നീ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമാകും. ചിലപ്പോൾ അവർ ആവശ്യത്തിന്റെ തിക്തമായ അനുഭവത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും നിന്റെ ചെറിയൊരു സഹായം ചെല്ലുന്നത്. അവരുടെ ഹൃദയം തുറന്ന് അവർ ദൈവത്തെ സ്തുതിപ്പാനിടയാകും. അത് നമ്മുടെ തലമുറയായി ദൈവം നീതിയായി കണക്കിടും. വെറുതെ കേൾക്കുന്നവരായി മാത്രം നാം തീരരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. തന്നെയുമല്ല, ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും ഈ യോനാൻ അപ്പോസ്തലൻ സ്തോത്രം കർത്താവിനെ ഉയർത്തുവാൻ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. യിരെമ്യാവ് പറയുന്നുണ്ട് ആ കർത്താവിനെ കുറിച്ച്. സ്തോത്രം. ഈ യിരെമ്യാവ് വിളിച്ചു പറയുന്ന നിമിത്തം സ്തോത്രം ആ പുരോഹിതൻ അവന്റെ കന്നത്തടിക്കുന്നു, അവനെ വലിയ കുരിയിലെ കിണറ്റിലെടുത്തിടുന്നു. ഒടുവിൽ അവന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു, അവനെ ചങ്ങലയിട്ട് ബന്ധിക്കുന്നു. ആ സമയത്ത് യിരെമ്യാവ് പറയുന്ന വാക്കുണ്ട്, ഞാൻ ഇനിയും ഇവനെ കുറിച്ച് പറയത്തില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഈ യിരെമ്യാവ് പറയുകയാണ്, ഞാൻ എങ്ങനെ മൗനമായിരിക്കും, എങ്ങനെ മിണ്ടാതിരിക്കും? അവന്റെ ആ കൃപ, അവന്റെ സ്നേഹം എന്റെ അസ്ഥിക്കുള്ളിൽ നിന്ന് ഞെരുക്കുന്നു. ഞാൻ എങ്ങനെ മൗനമായിരിക്കും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ ദൈവമൈതലേ. ഏതു സാഹചര്യത്തിലും നിന്നെ ഒതുക്കാൻ ഒരു ദുഷ്ടന് കഴിയത്തില്ല. നിന്നൊക്കെ ദൈവത്തോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം ഏതു സാഹചര്യത്തിലും നീ വെളിപ്പെടുത്തുവാൻ നീ കടപ്പെട്ട വ്യക്തിയാണ്. നീ അതിന് തുനിയണം. ദൈവം മറക്കുന്നവനല്ലോ. തലമുറയായി ദൈവം നീതിയായി കണക്കിടും. നിങ്ങൾ നോക്കണം, അപ്പോസ്തല പ്രവൃത്തി 8:14 വാക്യം നോക്കിക്കേ. സ്തോത്രം. ശമരിയ കർത്താവ് പോലും ആ ശമരിയയിൽ പോയത് സ്തോത്രം മഹാപുരോഹിതന്മാർക്കോ ശാസ്ത്രിമാർക്കോ ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ നോക്കിക്കേ, ഈ പത്രോസും യോഹന്നാനും കൂടെ 8:14 വാക്യം നോക്കി. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അവര് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ കൈക്കൊണ്ടെന്നറിഞ്ഞപ്പോൾ ഇവരുടെ ഏക ആഗ്രഹം
ഇവർ പരിശുദ്ധാത്മാവിൽ നിറയണം. ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച്, നമ്മൾ ആത്മാർത്ഥമായി മറ്റൊരാൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നാം എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി നാം ഇതൊക്കെ പരിശോധിക്കണം. സ്തോത്രം. ഏകദേശം AD 95 സ്തോത്രം പത്മോസിൽ വെച്ചാണ് യോഹന്നാൻ അപ്പോസ്തലന് ഈ ദർശനം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന ഈ ദർശനമുണ്ടായെങ്കിലും അവിടെ നിന്ന് മടങ്ങി എഫെസോസിൽ വന്നാണ് അത് പൂർത്തീകരിക്കുന്നത്. സ്തോത്രം. ബാക്കി ഒന്ന് വായിക്കണം. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇപ്പോൾ അവിടെയല്ല. അപ്പോൾ അവിടെ വെച്ച് ദർശനം കണ്ടു, അവിടെ വെച്ച് നീ കാണുന്നത് എഴുതുക എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കുന്നത് എഫെസോസിൽ വന്നിട്ടാണ്. സ്തോത്രം. 100ാമത്തെ വയസ്സിലാണ് സ്തോത്രം ഈ യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃസന്നിധി ചേർക്കപ്പെടുന്നത്. അതിന്റെ അവസാന ഭാഗത്താണ് ഇത് എഴുതുന്നത്. AD 99 യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. അപ്പോൾ 100 വയസ്സുണ്ട്. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ ഒരു സ്വാഭാവികമായ മരണം അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള അപ്പോസ്തലന്മാർ മുഴുവനും രക്തസാക്ഷികളാകുകയായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് സ്തോത്രം രക്തസാക്ഷിയാകാഞ്ഞത്, അല്ലെങ്കിൽ സ്വാഭാവിക മരണം ലഭിച്ചതെന്ന് നാം മുൻപോട്ട് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും. AD 54 മുതൽ 68 വരെ സ്തോത്രം AD 54 മുതൽ 68 വരെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രൈസ്തവ സഭയ്ക്ക് അതിക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നു. 1-ാം നൂറ്റാണ്ടിൽ AD 54 മുതൽ 68 വരെ ഏകദേശം 40,000 ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി ക്രൂരമായി കൊല്ലപ്പെട്ടു. ആ സമയത്താണ് പത്രോസും പൗലുസും നീറോ ചക്രവർത്തിയാൽ കൊല്ലപ്പെടുന്നത്. AD 54 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിൽ. എന്നാൽ AD 80 മുതൽ 96 വരെ ഭരിച്ച ഡൊമിഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റണമെന്ന് തന്റെ ദൃഢനിശ്ചയത്തോടെ പീഡനം ആരംഭിച്ചു. സ്തോത്രം. നീറോ ചക്രവർത്തിയുടെ കാലം കടന്നുപോയി. ഡൊമിഷ്യൻ ചക്രവർത്തി വന്നു. ക്രിസ്ത്യാനിയെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. AD 80 മുതൽ 96 വരെ. സ്തോത്രം. അതിനകത്ത് ഈ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ഇത്രമാത്രം പീഡനം അഴിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ ഡൊമിഷ്യൻ ചക്രവർത്തി പറയുന്നത്, റോമാക്കാരോട് പറയുന്നത്, സ്തോത്രം, ഇനി മുതൽ കാണപ്പെടുന്ന ദൈവം താനാണ്, ഡൊമിഷ്യൻ ചക്രവർത്തിയാണ്. അവരെ ദൈവമായി കണ്ട് ആരാധിക്കണം എന്നുള്ള ഉത്തരവിട്ടു. അവൻ ഉത്തരവിടുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവും ദൈവവുമായ ഡൊമിഷ്യൻ ചക്രവർത്തി കൽപ്പിക്കുന്നത് എന്തെന്നാൽ, ഇതാണ് അവന്റെ കൽപ്പന. നമ്മുടെ കർത്താവും ദൈവവുമായ ഡൊമിഷ്യൻ ചക്രവർത്തി കൽപ്പിക്കുന്നത് എന്തെന്നാൽ, സ്തോത്രം, എന്നായിരുന്നു ഈ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ഓർഡർ. എന്നാൽ ക്രിസ്ത്യാനികളും യഹൂദന്മാരും, സ്തോത്രം, റോമാ ചക്രവർത്തിയെ കർത്താവായോ ദൈവമായിട്ടോ അഭിസംബോധന ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെ ഭൂമിയിൽ നിന്നും, പ്രത്യേകാൽ ക്രിസ്ത്യാനിയെ ഭൂമിയിൽ നിന്നും ഉന്മൂലനാശം ചെയ്യണമെന്ന് ഡൊമിഷ്യൻ തീരുമാനിച്ചു. അങ്ങനെ ഡൊമിഷ്യന്റെ ഓർഡർ പ്രകാരം ഈ യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടു.
തിളച്ച എണ്ണയ്ക്കകത്തിട്ട് മൂടി കൊണ്ടടച്ചു. അല്പസമയം കഴിഞ്ഞ് മൂടി തുറന്നപ്പോൾ സ്തോത്രം, നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ വിശ്വാസത്താൽ തീയുടെ ബലം കെട്ടു, സിംഹത്തിന്റെ വായ് അടച്ചു എന്നൊക്കെ വായിക്കുന്നത് പോലെ സ്തോത്രം, അല്പം കഴിഞ്ഞ് ഈ മൂടി തുറക്കുമ്പോൾ ഈ സ്തോത്രം ഡൊമിഷ്യൻ ചക്രവർത്തി ഭയപ്പെട്ടു പോയി. ഈ തിളച്ച എണ്ണയ്ക്കകത്ത് ഒരു തടാകത്തിൽ നീന്തി തുടിക്കുന്നത് പോലെ യോഹന്നാൻ അപ്പോസ്തലൻ അതിനകത്ത് നീന്തി തുടിക്കുന്നു. ദൈവമൈതലേ, നിന്റെ മേൽ ഈ സർവശക്തന്റെ തേജസ്, അവന്റെ അഭിഷേകം, അവന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ ഒരു അഗ്നിക്കോ ഒരു തിളച്ച എണ്ണയ്ക്കോ യാതൊന്നും നിന്നെ തകർക്കാൻ കഴിയത്തില്ലോ. അവൻ അഗ്നിയെ സൃഷ്ടിച്ചവനാണ്, എണ്ണയെ സൃഷ്ടിച്ചവനാണ്, അവൻ സർവത്തെ സൃഷ്ടിച്ചവനാണ്. അവന്റെ മുമ്പിൽ ഏത് സിംഹത്തിന്റെ വായടയും. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളെ അടച്ചു പറ, എനിക്ക് ആഴമായ വിശ്വാസം തരണമേ. നാം ഇന്നും പ്രാർത്ഥിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയോ? ഇന്ന് രാത്രി പറ, നിന്റെ അത്യന്തപരമായ ശക്തി എന്റെ മേൽ അയക്കണമേ. ശത്രുവിനെ കണ്ട് ഭയപ്പെടാതെ എന്റെ യേശുവിനെ ഉയർത്താൻ, മരണത്തെ കണ്ട് ഭയപ്പെടാതെ കർത്താവിനെ ഉയർത്താൻ തക്ക ദൈവശക്തി എന്റെ മേൽ പകരണമേ. സ്തോത്രം, 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 സ്തോത്രം. ഈ തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടും തനിക്കൊരു കേടും പറ്റാതിരുന്നത് കൊണ്ട് പിന്നെ ഒരു പടയാളിയോ മറ്റാരും ഇവനെ കൈവയ്ക്കുവാൻ തുനിഞ്ഞില്ല. അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് ഈ ഡൊമിഷ്യന്റെ തീരുമാനപ്രകാരം സ്തോത്രം ഈ ഈജിൻ കടലിന്റെ അടുക്കലുള്ള ഈ സ്തോത്രം പത്മോസിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ നാടുകടത്തുകയാണ്. രാജദ്രോഹ കുറ്റം ചെയ്യുന്നവരെ നാടുകടത്തുന്ന കരുകന്മാർ മാത്രം ഉള്ള അനേക ആയിരങ്ങളുടെ തലയോട്ടി മാത്രം കിടക്കുന്ന സ്തോത്രം അവിടെ ഇറങ്ങുമ്പോൾ തന്നെ കരുകന്മാർ കൊത്തി പറിക്കുന്നതായ കരുകന്മാരുള്ള ആ സ്തോത്രം പത്മോസിലേക്ക് തന്നെ നാടുകടത്തുകയാണ്. സ്തോത്രം. താങ്ക് യു ജീസസ്. 6 മാസം താൻ ആ ദ്വീപിൽ കഴിഞ്ഞു, പത്മോസ് ദ്വീപിൽ കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തി മരിച്ചു. സ്തോത്രം. അതിനെ തുടർന്ന് നോർവ ചക്രവർത്തി യോഹന്നാൻ അപ്പോസ്തലനെ സ്വതന്ത്രനാക്കി മടക്കി എഫെസോസിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. അവിടെ വെച്ചാണ് പിന്നെ ഇത് എഴുതി പൂർത്തിയാക്കുന്നത്. സ്തോത്രം. ഏതാണ്ട് 8 മാസത്തോളം സ്തോത്രം താൻ തടവിലായതായിട്ടാണ് നാം വചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, 100 വയസ്സുള്ളവനായി ആണ് യോഹന്നാൻ അപ്പോസ്തലൻ മരിക്കുന്നത്. AD 99 സ്തോത്രം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ പ്രതികൂലത്തിന്റെ നടുവിൽ നാം സ്തോത്രം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യമൊക്കെ വായിക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി എന്ന് വായിക്കുന്നു. കർത്തൃ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച. സാധാരണ സ്തോത്രം ഈ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ദൈവമക്കളുമായി തന്നോടൊപ്പം ഒന്നിച്ച് ആരാധിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കർത്തൃ ദിവസത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് സ്തോത്രം കരുകന്മാരെ കൊണ്ട് നിറഞ്ഞ സ്തോത്രം ക്രൂര മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ സ്തോത്രം പത്മോസ് ദ്വീപിൽ താൻ ഏകനായി മുട്ടുമടക്കി. അവിടെ വായിക്കുന്നു, അവൻ ആത്മവിവശനായി. സ്തോത്രം. സർവശക്തൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാറുവോട് ചാരിയവൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അതൊക്കെ അവിടെ വായിക്കുന്നത്, മാറത്ത് മഞ്ഞൾ പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ട് സാദൃശ്യക്കാലുള്ളവനായി, അത്യുജാലക്കൊത്ത് കണ്ണുള്ളവനായി, അനേക രാജമുടി വെച്ചവനായി അവൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. സർവശക്തനായ ദൈവം
ദൈവമൈതലേ, നീ വാസ്തവമായി നിർമ്മലമായി ഈ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നീ ഏത് പ്രതികൂലത്തിലാകുമ്പോഴും അവൻ നിന്നെ വിട്ടുകളയത്തില്ല. അവൻ മഹത്വത്തോട് നിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കർത്താവിനെ സേവിക്കുവാൻ, ഈ കർത്താവിന്റെ നാമം ഉച്ചരിക്കുവാൻ, ഈ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ, അവൻ എന്റെ കർത്താവാണെന്ന് പറയുവാൻ ഭാഗ്യം ലഭിച്ചത് അത്ര വലുതാ. സ്തോത്രം, 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 സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത്ര വലിയ കഷ്ടത സഹിക്കുവാൻ ഈ യോഹന്നാൻ അപ്പോസ്തലന് കഴിഞ്ഞത്? ഇതിന്റെയൊക്കെ കാരണം എന്താണ്? മറ്റാർക്കും ഇല്ലാത്ത കഷ്ടതയിൽ കൂടെ സ്തോത്രം ഈ യോഹന്നാൻ അപ്പോസ്തലനെ കടത്തിവിട്ടില്ലേ? സ്തോത്രം. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവമൈതലേ, സ്തോത്രം, എവിടെയും ഐക്യതയാണ്. ദൈവിക ശുശ്രൂഷയുടെ വിജയം ഐക്യതയാണ്. ഏക മനസ്സാണ്, ഏക ആത്മാവാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, പിതാവ് സബദി, മാതാവ് സ്തോത്രം ശലോമ, ഇവരൊന്നിച്ച് ഈ കർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്നു. സ്തോത്രം. നിങ്ങളെ ഒരു വാക്യം വായിച്ചേ, നിങ്ങളെ സമയക്കുറവുണ്ടല്ലോ, അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യം നിങ്ങൾ നിർത്തി ഒന്ന് വായിച്ചേ. അന്ന് സെബദിപുത്രന്മാരുടെ അമ്മ, മാത്യു ചാപ്റ്റർ 20 വേഴ്സ് 20 ഓൺവേർഡ്സ്, പുത്രന്മാരുമായി അവന്റെ അടുക്ക് വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, നിങ്ങൾ നോക്കണം, സബദിപുത്രന്മാരുടെ അമ്മ ഇവന്റെ അടുക്കൽ വന്നു. ഈ അമ്മ അടുക്കൽ വന്നു എന്ന് പറയുമ്പോൾ സാഹചര്യം നിങ്ങൾ അറിയണ്ടേ? അവിടെ തുടങ്ങിയത് 20-ന്റെ അന്നല്ല എഴുതിയത്. നിങ്ങൾ വചനത്തിൽ കൂടെ നോക്കിക്കേ. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി ഈ 2 മക്കളെയും കൈക്ക് പിടിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു. ജോസഫ് 2 മക്കളെ മനശ്ശെയും എഫ്രീമിനെയും കൈപിടിച്ച് യാക്കോബിന്റെ അടുക്കൽ വന്നതുപോലെ ഈ സബദിപുത്രന്മാരുടെ അമ്മ ഈ 2 കുഞ്ഞുങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഈ യേശുവിന്റെ അടുക്കൽ വന്നു. അന്ന് വന്നെന്ന് എന്നാ വന്ന് നിങ്ങൾ നോക്കിയേ, എന്റെ മോളത്തെ വാക്യം നോക്കിയേ, 17 മുതലുള്ള വാക്യം, 17-ാമത്തെ വാക്യം. യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു. പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. കണ്ടോ? എന്നിട്ട് അന്ന് ഇത് പറഞ്ഞതിന് ശേഷം അന്ന് ഈ മക്കളെയും കൊണ്ട്, ഇപ്പം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയമായി, താൻ ക്രൂശിൽ കയറുവാൻ സമയമായി. താൻ അതുവരെയും ഒരിക്കലും കർത്താവ് താൻ സ്വത്രം ഇന്നാരാണെന്ന് ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുകയല്ലായിരുന്നു, അവരെ കൊണ്ട് തന്നെ പറയിക്കുകയായിരുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് മനുഷ്യരെന്ത് പറയുന്നു എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? സ്തോത്രം. അങ്ങനെ അവരെ കുറിച്ച് സ്തോത്രം യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നുണ്ട്, നീ തന്നെയോ വരാനിരിക്കുന്നവൻ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ഉടനെ പറഞ്ഞ മറുപടി, ഞാനാണെന്നല്ല, നിങ്ങൾ പോയി പറയണം, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു, ഇത് പോയി പറയാൻ പറഞ്ഞു. അത് കേൾക്കുന്നവൻ മനസ്സിലാക്കിക്കോളും, വരാനുള്ളവൻ ഞാൻ തന്നെയാണോ അതോ മറ്റൊരുത്തനാണോ? ദൈവവേദനേ, നമ്മുടെ ജീവിത ശൈലി കൊണ്ട് വേണം നാം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ.
ഞാനൊരു ദൈവദാസനാണെന്നോ ഞാനൊരു ദൈവ പൈതലാണെന്നോ പറയുന്നതിനേക്കാൾ ഉപരി അതൊരിക്കലും മടിക്കരുത്. അത് നാം എവിടെയും പറയണം. പക്ഷെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട് മറ്റൊരുത്ത മനസ്സിലാക്കണം, ഈ വ്യക്തി ഒരു ദൈവ പൈതലാണ്, ഈ വ്യക്തി ഒരു ദൈവദാസനാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ കർത്താവിന്റെ പരസ്യശുശ്രൂഷയുടെ അവസാന സമയത്ത് ഈ ശിഷ്യന്മാർ തന്നെ മനസ്സിലാക്കി എന്ന് കണ്ടിട്ട് ഈ കർത്താവ് 12 ശിഷ്യന്മാരെയും അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, വേറിട്ട് കൊണ്ടുപോയി വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണശിക്ഷ കൽപ്പിക്കും, പരിഹസിക്കും, തല്ലും, ക്രൂശിക്കും, അവനെ ജാതികൾ കേൾപ്പിക്കും. ഇത് അന്ന്. അപ്പോൾ ഇതിൽ നിന്ന് എന്തോ നമുക്ക് മനസ്സിലാക്കാം, ഈ യാക്കോബും യോഹന്നാനും സ്തോത്രം ഈ കർത്താവിന്റെ കൂടെ നടക്കുന്നെങ്കിലും ഓരോ ദിവസവും നടക്കുന്ന ഓരോ കാര്യം പോയി മാതാവിനോടും പിതാവിനോടും പറയുന്നുണ്ട്. അപ്പച്ചാ, അമ്മച്ചി, ഇന്ന് സ്തോത്രം അവൻ ഇങ്ങനെ ചെയ്തു, ഇന്നവൻ വെള്ളത്തിന്മേൽ നടന്നു, ഇന്നവൻ ലാസറിനെ ഉയർപ്പിച്ചു, ഇന്നവൻ ചന്ദ്രരോഗിയെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ യഥാർത്ഥമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയോ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് മുതൽ ഇങ്ങോട്ട് ഓരോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇത് മാതാവ് ശ്രദ്ധിക്കുന്നു, പിതാവ് ശ്രദ്ധിക്കുന്നു. മാതാവിന് മനസ്സിലായി, സമയമായി, ഇനിയും അധികം നാൾ മുൻപോട്ട് പോകുകയില്ല, അവന്റെ സമയം ഏറ്റവും അവസാനമായി എന്ന് മനസ്സിലാക്കി ഈ മാതാവ് 2 കുഞ്ഞുങ്ങളെയും കൈക്ക് പിടിച്ച് 10 വയസ്സുള്ളതല്ല, 15 വയസ്സുള്ളതല്ല, 40-ലധികം വയസ്സുള്ള സ്തോത്രം ഈ മക്കളെയും പിടിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞെന്താണ്, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഇപ്പൊ ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലമുറകളെ കുറിച്ച് നാം ദൈവസന്നിധിയിൽ എന്താണ് നമ്മുടെ അപേക്ഷ? പറയുകയാണ്, സ്തോത്രം, എന്റെ പുത്രന്മാർ 20 നിന്റെ രാജ്യത്തിൽ ഇപ്പോഴല്ല നിന്റെ രാജ്യത്തിൽ, ഇപ്പോൾ ഇടത്തും വലത്തും ഇരിക്കണമെന്നല്ല, നിന്റെ രാജ്യത്തിൽ ഒരുവൻ ഇടത്തും ഒരുവൻ വലത്തും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. സ്തോത്രം, ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇപ്പോൾ സ്തോത്രം, ഓരോ ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന പദവി, നാം കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതയും അവന് വേണ്ടി ഏൽക്കുന്ന നിന്ദയുമാണ്. സഹിച്ചാൽ കൂടെ വാരും. നാം യേശുക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് സുഖത്തോടെ ജീവിച്ചാൽ കൂടെ വാരുമെന്നല്ല, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവേ എന്ന് വിളിച്ചാൽ നീ കൂടെ വാരുമെന്നല്ല, അവന്റെ നാമത്തിന് വേണ്ടി കഷ്ടത സഹിച്ചാൽ നീ കൂടെ വാരും. സ്തോത്രം. ഉടനെ കർത്താവ് ചോദിക്കുകയാണ്, സ്തോത്രം, ഞാൻ ഏൽക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയുമെന്ന്. സ്തോത്രം. ഈ സംഭവം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അമ്മ കൊണ്ടുവന്നതായിട്ടല്ല, അവർ തന്നെ പോയി ചോദിക്കുന്നതാ. എടുക്കണമെന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ 35 മുതലുള്ള വാക്യം എടുക്കണ്ട. സ്തോത്രം. മർക്കോസിന് സുവിശേഷം ചാപ്റ്റർ 10 വേഴ്സ് 35 ഓൺവേർഡ്സ്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് ഈ ശിഷ്യന്മാര് ഇവര് തന്നെ ചെന്ന എടുത്തെങ്കിലും വായിച്ചേ. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നു. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത് അവര് തന്നെ പോയി ചോദിച്ചെന്ന. സ്തോത്രം.
അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, മർക്കോസ് പത്രോസിനോട് ചോദിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചാണ് മർക്കോസ് സുവിശേഷം എഴുതിയത്. ഇവിടെ നോക്കണം, ഈ അമ്മ ഈ മക്കളെയും കൊണ്ട് ചെല്ലിയ മക്കളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഇത് തന്നെയാണ്. അത് തന്നെ അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹവും, അത് തന്നെ അപ്പന്റെ ഉള്ളിലുള്ള ആഗ്രഹം. നോക്കണം, നിങ്ങൾ ഐക്യത നോക്കണം. ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം തന്നെയാ. ഏത് കഷ്ടതയും ഞങ്ങൾ സഹിച്ചോളാം. നീ ആരാധകർക്ക് മനസ്സിലായി. ആ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി, അവരിൽ ഇരുട്ട് ഒട്ടുമില്ല. ഞങ്ങൾ തൊട്ടു നോക്കിയതും ഞങ്ങൾ രുചിച്ചതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അറിഞ്ഞതും അത്രമാത്രം ഇവനാരാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവരിൽ ഇരുട്ടൊട്ടുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി, അവരിൽ ഒരുവൻ എന്ത് ത്യാഗവും സഹിക്കുവാൻ അവർ, ഏത് കഷ്ടത സഹിക്കുവാൻ അവർ തയ്യാറാണ്. മാതാവ് അത് തന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇവരൊരാളിടത്തും ഒരാൾ വലത്തും ഇരിക്കണം. എന്നിട്ട് കർത്താവ്, ദൈവവേദനയെ നാം കഷ്ടത സഹിക്കുമോ, നാം കഷ്ടത സഹിക്കത്തില്ലയോ എന്നൊക്കെ ദൈവത്തിന് അറിയാം. കർത്താവിന്റെ മറുപടി കൊടുത്ത കണ്ടോ? സ്തോത്രം. ഞാൻ കുടിപ്പാൻ ഇരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾ കനിയുമോ എന്ന് ചോദിച്ചു. കനിയുമെന്നവർ പറഞ്ഞു. അടുത്ത നോക്കിയേ, യേശുവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. കർത്താവിനറിയാം നാം കഷ്ടം സഹിക്കുമോ. പത്രോസേ, നീ ഗോതമ്പ് പാറ്റുന്നത് പോലെ സാത്താൻ നിന്നെ പാറ്റിയാൽ നിന്റെ വിശ്വാസത്തെ നിലനിൽക്കുമോ എന്ന് ദൈവത്തിനറിയാം. യോബിന് വന്ന കഷ്ടതയുടെ ഒരംശം നമുക്ക് വന്നാൽ നാം പിടിച്ചു നിൽക്കുമോ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഒരിക്കലും സഹിക്കാവുന്നതിലധികം ഒരു കഷ്ടതയെ കൂടെ ദൈവം എന്നെ കടത്തിവിടത്തില്ലെന്ന് ഇന്ന് രാത്രി ദൈവം അതിനെ നീ വിശ്വസിക്കേ. ചിലപ്പോ നിനക്ക് തോന്നും, എനിക്ക് മാത്രമെന്തായി ദുഃഖം, എനിക്ക് മാത്രമെന്തായി കഷ്ടത. പക്ഷേ ദൈവത്തിനറിയാം നീ അത് സഹിക്കുമെന്ന്. നീ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ തകർന്നു പോകത്തില്ലെന്ന്, കർത്താവിനെ തള്ളിപ്പറയത്തില്ലെന്ന് കർത്താവിനറിയാം. നോക്കണം. എന്നിട്ട് പറയാം, നിങ്ങൾ സഹിക്കും നിശ്ചയം. നിങ്ങൾ സ്തോത്രം, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുന്ന നിശ്ചയം. എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിക്കാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവാകുന്നു ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് കേട്ടോണമേ, നമ്മുടെ നടുവിലുള്ളതുപോലെ തന്നെയാ. അടുത്ത വാക്യം നോക്കി, 24-ാം വാക്യം തോന്നി. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. കണ്ടോ? സ്തോത്രം. ആ 10 പേര് അപ്പോസ്തലന്മാർ 10 പേരാ. ശേഷം 10 പേർ നീരസപ്പെട്ടു. അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ നമ്മളിൽ ഒരാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നു, അധികം ചില കഷ്ടത സഹിക്കുന്നത് മറ്റുള്ളവർക്ക് പലപ്പോഴും അത് സന്തോഷമല്ല. ദൈവത്തിനെ, അതുകൊണ്ട് നിന്റെ ഉള്ളിലൊരു തീരുമാനമുണ്ടായിരിക്കണം. എനിക്ക് വേണ്ടി ജീവൻ വെച്ച് തന്നവൻ, അവന് വേണ്ടി എന്തുമായി തീരാൻ ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ നോക്കണം, ആ അമ്മ കൊണ്ട് ഏൽപ്പിച്ചതാണ്. ആ യാക്കോബാണ് സ്തോത്രം അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നത്. സ്തോത്രം. സ്തേഫാനോസ് അപ്പോസ്തലനല്ലല്ലോ. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നത് ആ യാക്കോബാണ്. അവനെ ഹെരോദാവ് വാൾ കൊണ്ട് വെട്ടി. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനാ വീരനായിരുന്നെന്നാണ്. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒട്ടകത്തിന്റെ മുട്ടുള്ളവനാ, മുട്ടുമേൽ നിന്ന് അവന്റെ മുട്ടിനത്ര ധനമായിരുന്നെന്ന്. അവൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. അടുത്തത് യോഹന്നാൻ അപ്പോസ്തലനാണ്. ആ യോഹന്നാൻ അപ്പോസ്തലൻ സ്തോത്രം നോയിക്കോടെ കടന്നുപോയ കഷ്ടത എത്ര വലുതാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ സഹിക്കും, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കും നിശ്ചയമെന്ന് പറഞ്ഞതുപോലെ അവൻ ആ പാനപാത്രം കുടിച്ചു.
ഒരു വാക്ക് പോലും പിറുപിറുക്കാതെ, നന്ദി കെട്ട വാക്ക് പറയാതെ, സ്തോത്രം, മനഃപൂർവമായും അത് സഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ദൈവവേദനയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സർവ്വസുഖ സൗകര്യങ്ങളും നന്മകളും മാത്രം അനുഭവിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അവന്റെ നാമത്തിൽ കഷ്ടം സഹിക്കുവാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. അത് പല വിധത്തിലാകാം. ഇതുപോലെ കൊറോണ വൈറസ് കാലത്തിലാകാം. സ്തോത്രം. ഇതിന്റെ നടുവിലും നാം പ്രാർത്ഥിച്ചാൽ അനേകരെ കർത്താവിലേക്ക് പ്രാർത്ഥനയിൽ കൂടെ നടത്താൻ ദൈവത്തിന് കഴിയും. നാം പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം, സ്തോത്രം. നോയിക്കേ, തിളച്ച എണ്ണയ്ക്കകത്തിട്ടു, പരിഭവമില്ല. ആ മാർവോട് ചാരിയവൻ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തവൻ, ഒരു ശിഷ്യന്മാർക്കും കാണാൻ കഴിയാത്ത, ആരും കണ്ടിട്ടില്ലാത്ത സ്വർഗീയ ദർശനം ഒരു ടിവിയിൽ കാണുന്നത് പോലെ തനിക്ക് കാണുവാനുള്ള ഭാഗ്യം കർത്താവ് കൊടുത്തു. നീ എത്രമാത്രം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നുവോ അതനുസരിച്ച് അവൻ മാനിപ്പാൻ ദൈവം ശക്തനാണ്. അതനുസരിച്ച് നിന്നെ ഉയർത്താൻ, നിന്നെ അവന് മഹത്വമാക്കി തീർക്കാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. സ്തോത്രം. നമ്മെ കുറിച്ചുള്ള യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച്, യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് കർത്താവിന്റെ സ്തോത്രം അറിയാമായിരുന്നു. അവർ കഷ്ടത സഹിക്കുമെന്ന്. ഇന്ന് രാത്രി നമ്മെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും? സ്തോത്രം. നമുക്ക് പറയാൻ കഴിയുമോ? ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ, ചെറിയ കഷ്ടത വരുമ്പോൾ, ദൈവത്തിലെ ജോലിയുടെ ഞെരുക്കമാകാം, ബുദ്ധിമുട്ടാകാം, എന്തുമാകട്ടെ, യേശു ക്രിസ്തു അറിയാതെ ഒന്നും വരികയില്ല. തന്നെയുമല്ല, അവൻ ദോഷങ്ങളാൽ നിന്നെ പരീക്ഷിക്കുന്ന ദൈവമല്ല. നന്മയല്ലാതെ ഒന്നും നിനക്ക് ചെയ്യത്തില്ല. ഇന്ന് രാത്രി അവന് വേണ്ടി പ്രയോജനപ്പെടാൻ, അവന് വേണ്ടി ഫലം കായ്ക്കുവാൻ ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സ്തോത്രം. ദൈവമക്കളുടെ ഭാവി പ്രത്യാശയുടെ ആഴം വെളിപ്പെടുത്തുവാൻ ഒരേ ഒരു അപ്പോസ്തലനെ ദൈവം എടുത്തു. അത് ഇന്നു മുതൽ നോക്കണം, ഒരു വർഷത്തെയല്ല, 1000 വർഷത്തെയല്ല, നിത്യത മുഴുവനുമുള്ള സർവ കാര്യങ്ങളും അവന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഹൃദയത്തിലിരുന്നത് മുഴുവനും, ആ മാർവോട് ചാരിയവൻ ഹൃദയത്തിലിരുന്നത് മുഴുവനും അവന് വെളിപ്പെട്ട് കിട്ടുവാനിടയായി. ഇന്ന് രാത്രിയിൽ നമുക്കൊരവസരം ലഭിച്ചാൽ നാം എങ്ങനെ കർത്താവിന്റെ മാർവോട് ചാരുമോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, യേശുവിനോട് കൂടെ നടന്നാൽ, യേശുവിനോട് ചേർന്ന് മാർവോട് പറ്റി നടന്നാൽ, ആരെങ്കിലും ഒരു കൈ ചേറുവാരി എറിഞ്ഞാൽ യേശുവിനെ എറിയുന്നെങ്കിൽ ആ ഏറിന്റെ നല്ലൊരു ഭാഗവും നിന്റെ മേത്തും ലഭിക്കും. എന്നാൽ നീ അകലമിട്ട്, നീ ഗ്യാപ്പിട്ട്, ദൂരം ഇട്ട് നീ പോകുന്നെങ്കിൽ കാഴ്ചക്കാർക്ക് തോന്നും നാം അവനെ അനുഗമിക്കുകയാണെന്ന്. നമ്മുടെ മേൽ ഒരു ചെളിയും പറ്റത്തില്ല. നമ്മുടെ മേൽ ഒരു ചെളിയും പറ്റത്തില്ല. കാര്യം എന്താ? യേശുവിനെ അനേകരെ എറിയുന്നുണ്ട്. കാരണം എന്താ? നാം അകലം വിട്ടല്ലേ അനുഗമിക്കുന്നത്. ഇന്ന് രാത്രി വരെയും ഒരു നിന്ദയോ, ഒരു പരിഹാസമോ, ഒരു ഫലിയോ ദുഷിയോ ഏൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ശോധന ചെയ്യണം. ഞാൻ അകലം വിട്ടാണോ അവനെ അനുഗമിക്കുന്നത്, അതോ അവനോട് പറ്റിയിരുന്നാണോ നാം അനുഗമിക്കുന്നത്? ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളിൽ ഒരു വിഷം അടച്ചാട്ട്, ഒരു വിഷം നമ്മെ സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ആത്മാർത്ഥമായി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ട്. നാം അല്പമായി വെളിപ്പാട് പുസ്തകം ചിന്തിച്ചതാണെങ്കിലും വരുന്ന ദിവസങ്ങൾ അല്പമായി വലിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിപ്പാനുണ്ട്. അതിനൊരു സ്തോത്രം അടിസ്ഥാനമെന്നവണ്ണം ഞാൻ ഇന്ന് രാത്രി ചുരുങ്ങിയ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെ സമർപ്പിച്ച് ആത്മാർത്ഥമായ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ട്. കൈകളെ ദൈവസന്നിധി മലർത്തി
തകർന്ന ഹൃദയത്തോടെ ഒരു വാക്ക് കരയുവാൻ കഴിയുമെങ്കിൽ, അപ്പച്ചാ നീ എത്ര നല്ല കർത്താവാ, നീ ആഗ്രഹിക്കുന്ന അളവിൽ നിന്നെ സ്നേഹിപ്പാൻ എനിക്ക് നീ കൃപ തരണമേ. ആ സമിതി മക്കൾക്ക് ലഭിച്ച ഭാഗ്യം പോലെ അമ്മ സ്വമനസാലെ ഏൽപ്പിച്ചു കൊടുത്തു, അപ്പൻ സ്വമനസാലെ ഏൽപ്പിച്ചു കൊടുത്തു, ആ കുഞ്ഞുങ്ങൾ സ്വമനസാലെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നും വല നന്നാക്കുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട്. ഇന്നും കടലിൽ മീൻ പിടിക്കുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട്. ഇന്നും അനേകരുടെ മുറിവിനെ കെട്ടുന്ന, അനേകരെ ആശ്വസിപ്പിക്കുന്ന സ്തോത്രം. നമ്മളെ കൊണ്ട് കർത്താവേ, എന്നെ കൊണ്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? സ്തോത്രം, അതെന്നെ കൊണ്ട് ചെയ്യണമേ എന്ന് ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ കണ്ണുകളെ അടച്ച് ക്രൂശിലേക്ക് നോക്കി